വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പിടിച്ച ഒരു കിഡിലൻ പോർക്ക് ഫ്രൈഡ് റെസിപ്പി. പോർക്ക് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാൻ ഏകദേശം 1 കിലോ പോർക്കിൻ്റെ മീറ്റാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളത്. അല്പം ഫാറ്റുള്ള പോർക്കാണ് എപ്പോഴും റോസ്റ്റ് ചെയ്യാനായാലും കറി വെക്കാനൊക്കെ ആയാലും ഏറ്റവും നല്ലത്. നമുക്ക് കിട്ടുന്ന പോർക്കിൻ്റെ മീറ്റ് അനുസരിച്ച് ഇത് വെന്ത് വരാനുള്ള ടൈം പലപ്പോഴും വ്യത്യാസം വരാറുണ്ട്. ഞാനിന്ന് ഈ പോർക്കിൻ്റെ മീറ്റ് കുക്കറിലല്ല വേവിച്ചെടുക്കുന്നത്, ഈ പാത്രത്തിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന മീറ്റിനാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പോർക്ക് വേവിക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഈ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ മഞ്ഞളും മുളകും മല്ലിയും ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇത് വറുത്തെടുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പൊടികൾ വറുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പോർക്കിൻ്റെ മീറ്റിലേക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ പാത്രത്തിൽ വേവിക്കുന്നതുകൊണ്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. ടൈമില്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് അടുപ്പിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടേണ്ടതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്ത് കിട്ടുന്ന പോർക്ക് അനുസരിച്ചും കുക്കിംഗ് ടൈം വ്യത്യാസം വരും. പോർക്ക് കുക്കായി വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഞാൻ പോർക്ക് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്തിടാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാം. നമ്മുടെ പോർക്ക് ഇടയ്ക്ക് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 1-2 വിസിലും മതിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി പോർക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിനുള്ള സ്പൈസസും മറ്റു കാര്യങ്ങളും നമുക്ക് സെറ്റാക്കി വയ്ക്കാം. എന്നിട്ട് കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ചതച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് ഗാർലിക്, കുറച്ച് ഇഞ്ചി. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു. നമ്മുടെ പോർക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പെരുംജീരകം സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 3-4 ഏലക്കായ, ഒരു 5-8 കരയാമ്പൂ, 2 കഷ്ണം പട്ട, ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കുക്ക് ചെയ്തതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുള്ളൂ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം.
പോർക്ക് വെന്ത് വരുമ്പോൾ അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കുറവാണെങ്കിൽ ഈ സവാള വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ച പോർക്ക് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഫ്രൈ ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ, ഒരുപാട് പൊടിഞ്ഞ് പോരുത്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് കുരുമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കണോ അങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റേജായിട്ട് ഇതിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിഡിലൻ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയതിന് ശേഷം മിനിമം ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പോർക്ക് ഫ്രൈ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് കഴിക്കുന്നതെങ്കിൽ പിന്നെ പറയും വേണ്ട, സംഭവം പൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പോർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും എന്തായാലും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ പോർക്ക് ഫ്രൈ തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.